എന്നോട് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ആൻഡ് ഓൾ ദി അതർ ഗെസ്റ്റ് താങ്ക് യു ഇവിടെ വന്നതിന്. ആദ്യം തന്നെ ഖലീഫ എന്ന ഈ സിനിമയ്ക്ക് ഇത്ര വലിയൊരു വരവേൽപ്പ് നൽകിയ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു സിനിമ ഈ എക്സൈറ്റ്മെന്റോട് കൂടി ഒരു സിനിമ വരവേൽക്കുക എന്ന് പറയുന്നത് തന്നെ ആ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർക്ക് ഒരു വലിയ സന്തോഷവും അംഗീകാരവും കിട്ടിയതുപോലെയാണ്. സോ ഫസ്റ്റ്ലി താങ്ക്സ്, ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ്. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ പ്രത്യേകിച്ച് അങ്ങനെ എപ്പോഴും നടക്കുന്ന ഒരു സിനിമയല്ല. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ പല കാരണങ്ങൾ കൊണ്ടും ഈ ജോണറിൽപ്പെട്ട സിനിമകൾ വിരളമാണ്. അത്തരം സിനിമകളുടെ ഒരു വലിയ ആരാധകനാണ് ഞാൻ ഏതുതരം എന്ന് പറഞ്ഞാൽ ഈ സിനിമ കൺസീവ് ചെയ്യപ്പെടുന്ന ദിവസം മുതൽ ഇതിന്റെ റിലീസ് വരെ ഈ സിനിമയുടെ ടീം ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ ആയിരുന്നു, ഞങ്ങൾ എന്താണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതൊരു ഹൈ കോൺസെപ്റ്റ് സിനിമയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കഥ പറയുന്ന സിനിമയോ ഒന്നുമല്ല. നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ട ആ വീഡിയോയിലുള്ള തിയേറ്ററിൽ കാണുന്ന ആ എക്സ്പീരിയൻസ്, അത്തരം ഒരു മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ സിനിമ കുടുംബസമേതം കണ്ട് ആസ്വദിക്കുന്ന ഒരു എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഇന്ന് ഈ സിനിമ റിലീസായി ഈ നേരം വരെ അത്തരം ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിച്ച് ആ സന്തോഷം ഞങ്ങളെ അറിയിച്ച ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്ക് ഒരുപാട് നന്ദി. സിനിമ കണ്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് കുടുംബസമേതം തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് ഞാൻ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആദ്യം ഉണ്ടാവുകയും അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്തപ്പോൾ അയാളുടെ ഒരു വലിയ വേൾഡ് ഉണ്ട്. അഹമ്മദ് അലി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു വലിയ വേൾഡ് ഉണ്ട്. അപ്പോ അത് ഒരു ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്ത് അതിൽ നിന്നും ഒരു ഏടായിട്ടാണ് ഖലീഫയുടെ ആദ്യ ഭാഗം പറയാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഈ ഇങ്ങനെ ഒരു ലെഗസിയുള്ള ഒരു വലിയ കഥാപാത്രത്തെ ആര് ചെയ്താലാണ് നന്നാവുക, ആരോടാണ് സംസാരിക്കേണ്ടത്. പക്ഷെ അധികം ആലോചിക്കാതെ തന്നെ ലാലേട്ടനല്ലാതെ, മോഹൻലാൽ അല്ലാതെ മറ്റാരാണ് അതിനൊരു ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധ്യതയിലേക്ക് വരികയും നമ്മൾക്ക് ഇതെങ്ങനെ പറയും, അദ്ദേഹം അതെങ്ങനെയാണ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾക്കിടയിൽ രാജു സാറിനോട് സംസാരിച്ച സമയത്ത് തന്നെ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വരികയും പിന്നീട് ഇതിന്റെ ശരിക്കുള്ള ഈ അഹമ്മദ് അലിയുടെ സാമ്രാജ്യം എന്താണ്, അയാളുടെ കഥയുടെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കി അത് വളരെ ആവേശത്തോടെ ആ സിനിമയുടെ ഭാഗമാകണം എന്ന ആവേശത്തോടെ ഈ സിനിമയിലേക്ക് വന്ന ലാൽ സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അദ്ദേഹം ഈ സിനിമയിൽ അത്ര വലിയ സാന്നിധ്യമായി വരികയും ചെയ്തു.